ഹലോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നലെ വന്ന സ്റ്റേജ് 2 ഡിഗ്രി പ്രിലിംസിൻ്റെ ഫൈനൽ കീ പ്രകാരം എൻ്റെ മാർക്ക് എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സ്റ്റേജ് 2 ആണ് എഴുതിയിരുന്നത്. മെയ് 16-നായിരുന്നു എക്സാം. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ ഫൈനൽ കീ വന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങുന്നത് 2025 നവംബറിലാണ്. അതായത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. കഷ്ടിച്ച് പ്രിലിംസിന് മുന്നേ ഒരു 6 മാസം മുന്നേ തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമേ നമ്മുടെ PSC ജേണിയെ പറ്റി പറയാം. ഞാനൊരു പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നവംബറിലാണ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം PSC തിരിയുന്നത്. അതായത് അതിന് മുമ്പ് ഒരു എക്സാം എഴുതുമോ എന്ന് എഴുതിയിട്ടുണ്ടോ? എക്സാം കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് പോയി എഴുതുക, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ പഠിച്ചിട്ട് എഴുതാം, ഫുൾ ടൈം പ്രിപ്പറേഷൻ കൊടുത്തിട്ട് PSC എഴുതാം എന്നുള്ള രീതിക്ക് ഞാൻ എഴുതിയ ഫസ്റ്റ് എക്സാമാണ് ഈ ഡിഗ്രി പ്രിലിംസ്. അതിൻ്റെ കൂടെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഡിഗ്രി പ്രിലിംസിനെ പറ്റി പറയാം. അപ്പം വീഡിയോ ഫുൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഈ ഒരു 6 മാസം കൊണ്ട് ഡിഗ്രി പ്രിലിംസിന് സ്കോർ ചെയ്തത് 44 മാർക്കാണ്. 44 മാർക്ക്. അപ്പം ഇത് ഈ ചെറിയൊരു കാലയളവിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചു. എന്നെപ്പറ്റി പറയാനാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഗ്രാജുവേഷൻ BSc ബോട്ടണി ആയിരുന്നു. എനിക്കിപ്പോൾ 2 ചെറിയ മക്കളാണുള്ളത്. ഒരാൾ LKG പഠിക്കുന്നു, അതിൻ്റെ ചെറുത് അംഗനവാടി പോകുന്നു. അപ്പം ഈ പ്രിപ്പറേഷൻ്റെ കാലയളവിൽ മൊത്തം ഈ 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പഠിച്ചത്. കാരണം കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഭയങ്കര കുസൃതികളാണ് 2 പേരും. അപ്പം നല്ല സ്ട്രഗിളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ BSc ബോട്ടണിയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്സിന് യാതൊരു ബേസ് ഇല്ലായിരുന്നു. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു മാത്സ്. അപ്പം ഞാൻ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഞാൻ പഠിക്കുന്നത് കറക്റ്റാണോ, ഇതിൽ കൂടുതൽ പഠിക്കണോ? അപ്പോഴാണ് ഞാനിങ്ങനെ എപ്പോഴും ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കുന്ന ഒരാളാണ്. മോട്ടിവേഷണൽ വീഡിയോസ്, അല്ലെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യും. ഓരോ ദിവസവും എനിക്ക് ഓരോരോ സ്ട്രാറ്റജി ആയിരുന്നു. ഇന്നൊരു സ്ട്രാറ്റജി, നാളെ ഒരു സ്ട്രാറ്റജി, ഓരോ ദിവസം ഓരോരോ രീതിക്കായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ഇത് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ PSc തന്നെ പഠിക്കുന്ന കുറച്ച് പേരെ എനിക്ക് കിട്ടി. ഞങ്ങൾ പിന്നീട് ചെറിയൊരു കമ്പൈൻ സ്റ്റഡി പോലെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ക്ലിയറായി ഇതെന്താണ് സംഭവം എന്നുള്ളത്. എൻ്റെ പ്രിലിംസ് കാലയളവിൽ ഞാൻ ആകെപ്പാടെ ഒരേ ഒരു ചാനൽ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ, KS റാങ്കർ എന്ന് പറഞ്ഞിട്ട്. KS റാങ്കർ സാർ ആദ്യമേയൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ടായിരുന്നു ക്ലാസ്സസ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് സാർ ആപ്പിലോട്ട് മാറി. അപ്പം ചെറിയൊരു തുക, കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ഫീസ് മാത്രം വാങ്ങിച്ചിട്ടാണ് സാറ് പ്രിലിംസ് നമുക്ക് ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആ ക്ലാസ് ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ അതിലെ 3/4 ഭാഗവും നമ്മുടെ മെമ്മറിയിൽ ക്ലിക്കാകും. അത്രയും നല്ല ഡീപ്പായിട്ട് അതിനെപ്പറ്റി നമ്മൾ ഇനി വേറെ ചകഞ്ഞു പോകേണ്ട കാര്യമില്ല. അത്രയും നല്ല ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ്. സാറിൻ്റെ നോട്ട് വായിച്ചാൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് എനിക്ക് ഈ ഒരു മാർക്ക് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ സംഭവം തന്നെയാണ്. കാരണം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അപ്പം സാറിൻ്റെ ക്ലാസ് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ അവിടുത്തെ മെയിൻ സാറിനെയോ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യമേ നമുക്കൊരു എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാനൊക്കത്തുള്ളൂ. ഈ നമ്മുടെ ഷഹീർ സാറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KS റാങ്കിലുള്ള സാറിനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സാറുമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ആ ഒരു ചാനൽ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത് സാറാണ്. അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയും നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡും ആയിട്ടുള്ളൊരു സാറാണ്. സാറ് ഭയങ്കര ഹെൽപ്പായിരുന്നു ഈ ഒരു പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ ഡെയിലി നമ്മുടെ ക്യാപ്സ് പീഡിയയുടെ ഒരു മോക്ക് ടെസ്റ്റ് ഡെയിലി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളത് ഞാൻ എന്നും ചെയ്യുമായിരുന്നു. ഞാൻ ആദ്യമേ ഒക്കെ എനിക്ക് തെറ്റിയതൊക്കെ ഞാൻ വേറെ പേപ്പറിലോട്ട് എഴുതി വെക്കുമായിരുന്നു. പിന്നീട് ഞാൻ അവരുടെ ആ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപ്സ് പീഡിയയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്ക്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എഴുതുന്ന പരിപാടി അങ്ങ് നിർത്തി. അപ്പോൾ എനിക്ക് കുറേ കൂടെ സമയം ലാഭമാവും അങ്ങനെ ആ ഒരു ബുക്ക് വാങ്ങിച്ചതുകൊണ്ട്. പിന്നെ ഞാൻ എന്നും MEM എഴുതാൻ ശ്രമിക്കുമായിരുന്നു, ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും മിനിമം ഒരു 5 വൊക്കാബുലറിയോ എന്തെങ്കിലും ഞാൻ MEMനെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്സ് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട്, മാത്സിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതും പ്രിലിംസിൽ ഒരു 20 മാർക്ക് മാത്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ്. ഇപ്പോഴും ഞാൻ മെയിൻസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, മെയിൻസാണ് ഈ പറയുന്ന പോലെ, പ്രിലിംസ് ഒന്നും അല്ല, മെയിൻസിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരോട് തന്നെ കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത്. അപ്പം നന്നായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ഞാൻ
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ടൈം ഇതിന് തന്നെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു 50% ലക്കും 50% നമ്മുടെ ഹാർഡ് വർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ 100% പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ആ ഒരു എക്സാമിനെ അത് ഭയങ്കര ബാഡായിട്ട് ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തായാലും നോക്കാം.